ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനീ ശുഭം ദധ്യാത് ദേവി ദാനവ ഖാദിനി. ഇന്ന് നവശക്തിയുടെ ഷഷ്ടമ ദിവസമാണ്. ഷഷ്ടി എന്ന്, അതായത് ദുർഗ ഷഷ്ടിയും എന്ന് ഇന്നത്തെ ദിവസത്തെ പറയും. ഷഷ്ടിയോടുകൂടി ദേവിയുടെ പേര് ചേർത്ത് ദുർഗ ഷഷ്ടി എന്ന് ഈ ദിവസത്തെ പറയും. യോഗിയും ഉപാസകരും അല്ലെങ്കിൽ ശ്രേഷ്ഠരായ സാധകര്, ശ്രേഷ്ഠരായ ഉപാസകര് അമ്മയെ വന്ദിച്ച് ഈ ദിവസം തങ്ങളുടെ മനസ്സിനെ ആജ്ഞാചക്രത്തിൽ സ്ഥിരപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാം, നമ്മൾ 6-ാം ദിവസത്തിലേക്കാണ് കുറച്ചുകൂടെ ഉന്മേഷം. നവമി തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ ഉന്മേഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ നമുക്ക് ഉന്മേഷം ലഭ്യമായിട്ടുണ്ട്. യോഗസാധനയിൽ ആജ്ഞാചക്രത്തിന് മഹത്വപൂർണമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. അമ്മയ്ക്ക് കാത്യായനി എന്ന് പേര് വരുന്നതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. കത്ത് എന്ന് പേരുള്ള ഒരു ഋഷിയുണ്ടായിരുന്നു. ഋഷിയുടെ പേര് കത്ത്. ഈ കത്തെന്ന ഋഷിക്ക് ഒരു മകൻ ജനിച്ചു. മകൻ്റെ പേര് കാത്യ എന്നായിരുന്നു. മകൻ്റെ പേര് കാത്യ. ഈ കാത്യൻ്റെ ഗോത്രത്തിലാണ് മഹർഷി കാത്യായൻ ജനിക്കുന്നത്. അപ്പോൾ കത്ത്, കാത്യ, കാത്യ എന്ന ഗോത്രം, ആ ഗോത്രത്തിൽ മഹർഷി കാത്യായൻ ജനിച്ചു. കാത്യായൻ കഠിനമായ തപസ് ചെയ്തു. അതിന് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കഠിനമായ തപസ് ചെയ്യാൻ. ശ്രീ ദുർഗ അദ്ദേഹത്തിൻ്റെ പുത്രിയായി ജനിക്കണം. ശ്രീ ദുർഗ അദ്ദേഹത്തിൻ്റെ പുത്രിയായി ജനിക്കാൻ വേണ്ടി അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു. ആ തപസ് സംപ്രീതയായ ദേവി അദ്ദേഹത്തിൻ്റെ പുത്രിയായിട്ട് ജനിച്ചു. അത് ഈ നവമി വരുന്ന, അതായത് ശാരദീയ നവമി വരുന്ന നവരാത്രി, ദുർഗാദേവിയുടെ നവരാത്രി വരുന്ന, അത് വെളുത്ത പക്ഷത്തിലാണല്ലോ. ദേവി ജനിച്ചത് കറുത്ത ആശ്വിനമാസ കൃഷ്ണപക്ഷ ചതുർത്ഥിക്കാണ്. അതേ മാസത്തിലെ കറുത്ത പക്ഷത്തിലാണ് ദേവി ജനിക്കുന്നത്. ചതുർത്ഥിക്ക് ജനിച്ച ദേവി അതുമുതൽ ശുക്ലപക്ഷത്തിലെ സപ്തമി, അഷ്ടമി, നവമി വരെ മഹർഷി കാത്യായൻ്റെ പൂജ സ്വീകരിച്ച് ദശമി ദിവസം, 10-ാം ദിവസം നമ്മുടെ മഹിഷാസുരനെ ദേവി വധിക്കുന്നു. ഇങ്ങനെ
കാത്യായൻ്റെ മകളായി ജനിച്ചതുകൊണ്ടാണ് ദേവിക്ക് കാത്യായനി എന്ന പേര് വരാൻ കാരണം. ദേവിയുടെ രൂപമെന്ന് പറയുന്നത് സുന്ദരമാണ്, ദിവ്യമാണ്. ദേവിക്ക് ചതുർഭുജങ്ങളുണ്ട്. അതായത് ദേവി ചതുർബാഹുവാണ്. 4 കരങ്ങൾ ദേവിക്ക് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ആ 4 കരങ്ങളിലെ ഒരു കയ്യിൽ വരമുദ്രയാണ്, മറ്റേ കയ്യിൽ അഭയമുദ്രയാണ്, മറ്റൊരു കയ്യിൽ കമലപുഷ്പം താമരപുഷ്പമാണ്, ഇനിയൊരു കയ്യിൽ ഹഡ്കമാണ്. ഹഡ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാള്. ഈ ചതുർഭുജ സിംഹാരൂഢയാണ്. സിംഹത്തിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അതാണ് സിംഹാരൂഢ. അപ്പോഴും നമുക്ക് ഖഡ്കം വാളിലുണ്ട്, സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നു. അപ്പോൾ കാര്യം മനസ്സിലായി, ദേവി യുദ്ധപ്പുറപ്പാടിലാണ്. സാധകർ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ദേവിയെ ഉപാസിച്ചാൽ പുരുഷാർത്ഥം ലഭിക്കും. അപ്പോൾ ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് പുരുഷാർത്ഥം. ധർമ്മ അർത്ഥ കാമ മോക്ഷം. പുരുഷാർത്ഥം, ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഈ 4 കാര്യങ്ങളാണ് പുരുഷാർത്ഥം. ദേവിയെ നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ എങ്ങനെയൊക്കെ കൊണ്ട് പ്രാർത്ഥിക്കണം? മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം, വാക്കുകൊണ്ട് പ്രാർത്ഥിക്കണം, വചനം കൊണ്ട് പ്രാർത്ഥിക്കണം, കർമ്മം കൊണ്ട്. മനസ്സ് ശുദ്ധമായിരിക്കണം, വാക്ക് ശുദ്ധമായിരിക്കണം, കർമ്മം ശുദ്ധമായിരിക്കണം. മനസ്സും വചനവും കർമ്മവും ശുദ്ധമായിരുന്ന ശുദ്ധതയോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷ പ്രദായകമായ പുരുഷാർത്ഥം നമ്മെ തേടിയെത്തും എന്നുള്ളതാണ്. ഇതുകൂടാതെ ശത്രുവിനാശം, ഭയം, ശത്രുഭയം, അനാവശ്യമായ മറ്റുള്ള ഭയങ്ങൾ, ഈ ഭയങ്ങളിൽ നിന്ന് നമ്മൾ ദൂരീകരിക്കപ്പെടും. നമ്മൾ ഇല്ലാതാകും. ഈ ഭയങ്ങളൊന്നും നമുക്ക് ഉണ്ടാകില്ല. ദേവിയെ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം? ദേവിയുടെ പൂജാവിധികൾ എന്താണ്? ആദ്യമായി ദേവിയുടെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ സാധകന് കഴിയുന്ന രീതിയിൽ, ഉപാസകന് കഴിയുന്ന രീതിയിൽ, ആരാധകന് കഴിയുന്ന രീതിയിൽ അതിനെ ഒരുക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ ഒരു പലക. ആ പലകയിൽ നമ്മൾ വെക്കേണ്ടത് ചുവന്ന വസ്ത്രമാണ്. പലകയിൽ നമ്മൾ വെക്കേണ്ട വസ്ത്രമെന്ന് പറയുന്നത് ചുവപ്പാണ്. ചുവന്ന വസ്ത്രം വെക്കണം. ഇനി നമുക്കൊരു മനോരഥം ഉണ്ടാകും, മനോകാമന ഉണ്ടാകും, മനസ്സിലെ ആഗ്രഹം ഉണ്ടാകും. അത് നമ്മുടെ പലകയിൽ വെച്ച ചുവപ്പ് വസ്ത്രമുണ്ടല്ലോ, ചുവപ്പ് വസ്ത്രം വിരിച്ചിട്ടുണ്ട്. ആ വിരിച്ച ചുവപ്പ് വസ്ത്രത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗുഡ്ഡിക സ്ഥാപിക്കണം. നമ്മുടെ മനോരഥത്തിന് വേണ്ടിയുള്ള ഒരു ഉണ്ട അതിലേക്ക് വെക്കണം. 2 യന്ത്രങ്ങളാണ് അതിൽ വെക്കേണ്ടത്. ഒന്ന് സർവമംഗള യന്ത്രമാണ് വെക്കേണ്ടത്, സർവമംഗള യന്ത്രവും. 2 ശത്രുനാശ യന്ത്രവും. 2 യന്ത്രങ്ങൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ സർവമംഗള യന്ത്രം വെക്കണം, ശത്രുനാശ യന്ത്രം വെക്കണം. ഇനി നമുക്ക് ഏതെങ്കിലും ശത്രു അങ്ങനെ ഉണ്ടെങ്കിൽ, ഈ ശത്രു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നവരെല്ലാം നമ്മളവിടെ ആരുടെയെങ്കിലും പേര്, ശത്രുവിൻ്റെ സ്ഥാനത്ത് ആരുടെയെങ്കിലും പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ അയാൾ നമ്മുടെ ശത്രു ആവില്ല എന്നുകൂടെ ഓർമ്മിക്കണം. ശത്രു ആരെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മുടെ ശത്രു ആരെന്നുള്ള കാര്യം, ഒരു നിശ്ചിത വ്യക്തിയെ ഒന്നും ശത്രുവായിട്ട് കാണാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും ഓർക്കണം. ഇതെല്ലാം വെച്ചതിന് ശേഷം
ചുവന്ന പൂക്കളെടുത്ത് അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലണം. മന്ത്രം ചൊല്ലുമ്പോൾ കണ്ണടച്ച് മന്ത്രം ചൊല്ലാം. അപ്പോൾ അമ്മയുടെ രൂപം മനസ്സിലുണ്ടാകണം. അങ്ങനെ അമ്മയുടെ രൂപം മനസ്സിൽ കിട്ടിയില്ല എങ്കിൽ മുന്നിലിരിക്കുന്ന അമ്മയെ നോക്കി ഈ മന്ത്രം ചൊല്ലണം. മന്ത്രം ഇതാണ്: ചന്ദ്രഹാസോജ്വലകര ശാർദൂല വരവാഹന കാത്യായനീ ശുഭം ദത്യാത് ദേവി ദാനവഘാതിനി. ചന്ദ്രഹാസ്യോജ്വലാകര ശാർദൂല വരവാഹന കാത്യായനീ ശുഭം ദത്യാത് ദേവി ദാനവഘാതിനി. ചന്ദ്രഹാസോജ്വലാകര ശാർദൂല വരവാഹന കാത്യായനി ശുഭം ദത്യാത് ദേവി ദാനവഘാതിനി. അപ്പോൾ കയ്യിൽ ചുവന്ന പുഷ്പം എടുത്തിട്ടുണ്ട്, ചുവന്ന പുഷ്പമുണ്ട്. ആ ചുവന്ന പുഷ്പം അവിടെ അമ്മയുടെ പാതാരവിന്ദങ്ങളിലേക്ക് അർപ്പിക്കണം. അതിലൂടെ ആ പാതാരവിന്ദങ്ങളിലേക്ക് അർപ്പിക്കുന്ന പുഷ്പം താഴെ ഇരിക്കുന്ന ആ യന്ത്രങ്ങൾ, 2 യന്ത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. സർവമംഗള യന്ത്രവും ശത്രുനാശക യന്ത്രവും. ആ 2 യന്ത്രങ്ങളിലേക്ക് വീഴും. പിന്നെ നമ്മുടെ ഗുഡികയും ഉണ്ട്, അതിലേക്കും വീഴും. ഇനി പഞ്ചോപചാര 5 ഉപചാരങ്ങളടങ്ങിയ ആ പൂജ ചെയ്യണം. ഗന്ധം നൽകണം, ധൂപം നൽകണം, ദീപം നൽകണം, പുഷ്പം നൽകണം, നിവേദ്യം നൽകണം. ഇത്രയും അമ്മയ്ക്ക് നൽകണം. പിന്നെ മറ്റെന്തെങ്കിലും പ്രസാദം അമ്മയ്ക്ക് നൽകാനുണ്ടെങ്കിൽ അതും നൽകാം. നമ്മളിവിടെ ചുവന്ന ഫലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫലവർഗ്ഗങ്ങളോ, പായസം, ശർക്കര പായസം, എന്ത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനോടൊപ്പം അമ്മയ്ക്ക് പ്രസാദമായിട്ട് അമ്മയ്ക്ക് അർപ്പിക്കാം. എപ്പോഴും പറയുന്നത് പോലെ അഖണ്ഡ ദീപം, നെയ്വിളക്ക്, അത് ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യം ഓർക്കണം, ഈ സാധന ചെയ്യുമ്പോൾ ആലസ്യമോ ശിഥിലത മുതലായവ ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും സാധന ചെയ്യുന്നത് ഉന്മേഷത്തോടു കൂടിയായിരിക്കണം. ഉന്മേഷത്തോടു കൂടി വേണം ഈ സാധനങ്ങളെല്ലാം ചെയ്യാൻ. ഇനി 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സർവമംഗള യന്ത്രം വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട മന്ത്രം ഇതാണ്. അത് 108 പ്രാവശ്യം പറയണം. നമ്മൾ 2 യന്ത്രങ്ങൾ വെച്ചു. ആ യന്ത്രങ്ങൾ വേണമെങ്കിൽ വെച്ചാൽ മതി, വെച്ചാൽ നല്ലത്. അപ്പോൾ അവിടെ സർവമംഗള യന്ത്രമാണ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി പറയുന്ന മന്ത്രം അമ്മയെ നോക്കി അല്ലെങ്കിൽ ആ യന്ത്രത്തെ നോക്കി, അതുമല്ലെങ്കിൽ ഓരോ പൂക്കളെടുത്ത് അതിലേക്കിട്ട് ഈ മന്ത്രം ചൊല്ലണം. ഞാനിവിടെ അമ്മയെ നോക്കി മന്ത്രം ചൊല്ലുകയാണ്. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം കാത്യായനി ദേവിയേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം കാത്യായനി ദേവിയേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം കാത്യായനി ദേവിയേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം കാത്യായനി ദേവിയേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചൈ ഓം കാത്യായനി ദേവിയേ നമ. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, നേരത്തെ മുൻ ദിവസങ്ങളിൽ സൂചിപ്പിക്കാത്ത കാര്യമാണ്. ഈ ഏകാക്ഷര മന്ത്രങ്ങളുണ്ട്. ഏകാക്ഷര മന്ത്രം എന്ന് പറയുന്നത് ഓം എന്ന് പറയുന്നതും ഐം എന്ന് പറയുന്നതും ഹ്ലീം എന്ന് പറയുന്നതും
ക്ലീം എന്നൊക്കെ പറയുന്നത് ഏകാക്ഷര മന്ത്രങ്ങളാണ്. ഏകാക്ഷരി മന്ത്രങ്ങളായിട്ടാണ് ഇതിനെല്ലാം കണക്കാക്കുക. ഇത് ആദിമ ഭാഷയിലെ മന്ത്രമാണ്. ദേവീ മന്ത്രങ്ങളെല്ലാം ഏകാക്ഷരി മന്ത്രങ്ങളാണ്. അപ്പോൾ അവിടെ ഓർമ്മിക്കുക, ഏകാക്ഷരി മന്ത്രങ്ങൾ ഭാഷ തുടങ്ങിയ കാലത്തേ ഉണ്ട് എന്നുള്ളതാണ്. പല മന്ത്രങ്ങൾക്കും അർത്ഥം പോലും കിട്ടാത്ത ഏകാക്ഷരികളുണ്ട്. ഇതൊക്കെ വാക്കുകൾ ഉണ്ടാകുന്നതിന്, അതായത് ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുക. മന്ത്രശബ്ദങ്ങൾ ഭാഷകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മന്ത്രശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിനെല്ലാം ആയും ഹ്ലീം ക്ലീം എന്നൊക്കെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാനിത് സൂചിപ്പിക്കാൻ കാര്യം, ദേവീ ആരാധന എന്ന് പറയുന്നത് ഒരു പുതിയ ആരാധനയല്ല. അത് ഈ ലോകം ഉണ്ടായ കാലം മുതൽ, ഈ ലോകത്തെന്നാണോ മനുഷ്യരുണ്ടായത് ആ മനുഷ്യരുണ്ടായ കാലം മുതൽ. അപ്പോൾ ഒരു സംശയം ചോദിക്കാം, മൃഗങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കില്ലേ? നമുക്ക് നേരിട്ടറിയില്ല, പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കില്ലേ എന്ന് നമുക്ക് നേരിട്ടറിയില്ല. ഒരുപക്ഷെ സാധ്യതയുണ്ട് അവയും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഇനി നിങ്ങൾ വെച്ചത് ശത്രു സംഹാര യന്ത്രമാണെങ്കിൽ, സർവമംഗള യന്ത്രമാണെങ്കിൽ 108 പ്രാവശ്യം മന്ത്രം പറഞ്ഞു തന്നു. ശത്രു സംഹാര യന്ത്രമാണെങ്കിൽ ആ മന്ത്രത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിപ്രകാരമാണ്, ആ മുന്നിലിരിക്കുന്ന ദേവിയെ നോക്കിയോ അതല്ല എങ്കിൽ ആ യന്ത്രത്തെ നോക്കിയോ പറയുക, ഓം ക്രൗം ക്രൗം കാർത്യായനൈ ക്രൗം ക്രൗം ഭട്ട്. 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 ഇങ്ങനെ മന്ത്രം തീർന്നിട്ട് അമ്മയെ പ്രാർത്ഥിക്കണം. മനോരഥം പൂർത്തിയാകാനുള്ള പ്രാർത്ഥനയായിരിക്കണം. പ്രാർത്ഥന എങ്ങനെ വേണോ, അനുനയ വിനയത്തോടു കൂടിയോ ദാസ്യഭാവത്തിലോ ഭക്തിഭാവത്തിലോ സന്തോഷഭാവത്തിലോ ഒക്കെ തൻ്റെ മനസ്സിലെ കാമന അമ്മയെ അറിയിക്കാം. ദുഃഖഭാവത്തിൽ മാത്രം ആകരുത്. എന്നിട്ട് ദുർഗാ ശബ്ദശതി എടുത്തു വെച്ച് വായിക്കണം. ദേവീ ഭാഗവതം വായിക്കുന്നതും നല്ലതാണ്. കഴിഞ്ഞ ദിവസം എവിടെയാണോ വായിച്ചു നിർത്തിയത് ബാക്കിയുള്ള ഭാഗം എടുത്ത് ദേവീ ഭാഗവതം അതിലൂടെ ഇങ്ങനെ വായിക്കണം. ഇനി ചില ഒരു വ്യത്യാസം നേരത്തേക്ക് പറയുന്നത് പോലെ കാർത്യായനി ദേവിക്ക് പകരം ചില ഭാഗങ്ങളിൽ ശാകുംഭരി ദേവിയെയാണ് ആരാധിക്കുന്നത്. ആ ശാകുംഭരി ദേവിയെ ആരാധിക്കേണ്ട സാഹചര്യം ഇതാണ്. ഒരിക്കൽ 100 വർഷം ഈ ഭൂമിയിൽ മഴയില്ലായിരുന്നു. ലോകം മൊത്തം കഷ്ടതകൾ, വിശപ്പും ദാഹവും കൊണ്ട് ആളുകൾ ക്രമേണ മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനത്തെ അവസ്ഥയിൽ ഋഷീവര്യന്മാർ ദേവിയെ ഭുജിച്ചു. ക്ഷമിക്കണം, അല്ല, അവിടെ നമ്മൾ കുറച്ച് എഡിറ്റ് ചെയ്ത് കളയും. ഋഷീവര്യന്മാർ ദേവിയെ ഭജിച്ചു, ഭജനകൾ ആലപിച്ച് ഭജിച്ചു. അങ്ങനെ ദേവി ശാകംഭരിയായി അവതരിച്ചു. ഋഷീവര്യന്മാർ ദേവിയോട് കാര്യം പറഞ്ഞു. ദേവി പ്രശ്നപരിഹാരം ഉണ്ടാക്കി, മഴയുണ്ടാക്കി, ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം രക്ഷപ്പെട്ടു, എല്ലാവർക്കും സന്തോഷമായി. ഇതിൻ്റെ ഓർമ്മയ്ക്ക് ശാകുംഭരി ദേവിയെ പൂജിക്കുന്ന ആചാരവും ചില ഇടങ്ങളിൽ ഉണ്ട്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.